ഓടി ആദ്യം കണ്ടതാരാണ്? ജഡ്ജിയുടെ മകളാണ് സാർ. ആരെങ്കിലും സംശയം തോന്നിയാൽ ഉടനെ കസ്റ്റഡിയിൽ എടുത്താൽ സാർ. സാർ, രാത്രി 3 പേർ ഓടിപ്പോകുന്ന കണ്ടുവന്ന് ജഡ്ജിയുടെ മകൻ മൊഴി തന്നിട്ടുണ്ട്. IG വരുന്നുണ്ട്. തൽക്കാലം റൂം സീൽ ചെയ്തേരെ. ആരെ അകത്തേക്ക് കടത്തി വിടണ്ട, പ്രത്യേകിച്ച് ചാനലുകാരെ. സാർ. സർ, ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പോലീസ് ജീപ്പും റിവോൾവറും ജഡ്ജസ് അവന്യൂവിലെ സ്കൈലൈൻ ഫ്ലാറ്റിനടുത്ത് കിടക്കുന്നതായി മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. അവിടേക്ക് ഫോഴ്സിനെ അയച്ചോ? ഉവ്വ് സർ. ആറ്റിനാട് ഗോൾഡ്, തിരുവനന്തപുരം. കഴിഞ്ഞ വർഷത്തെ NG യൂണിവേഴ്സിറ്റി കലോത്സവത്തിനിടയിൽ വെച്ച് അതിദാരുണമായി കൊല്ലപ്പെട്ട ഓൾ കേരള പീപ്പിൾസ് പാർട്ടി നേതാവും മുൻ മന്ത്രിയുമായ കൃഷ്ണകുമാറിന്റെ വധക്കേസിൽ ഇന്ന് വിധി പറയാനിരുന്ന ജസ്റ്റിസ് രാഘവ മേനോൻ പുലർച്ചെ സ്വവസതിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. ഇതിനിടയിൽ ഈ കേസിലെ പ്രതികളായ സണ്ണി കുര്യൻ, വിനോദ് കുമാർ, രാജീവ് വാര്യർ എന്നിവർ ഇന്ന് പുലർച്ചെ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും അതിവിദഗ്ധമായി രക്ഷപ്പെട്ടു. ചീഫ് ജസ്റ്റിസ് രാഘവ് മേനോന്റെ കൊലപാതകത്തിന് പിന്നിലും രക്ഷപ്പെട്ട ഈ പ്രതികൾ തന്നെയാണെന്ന് പോലീസ് സംശയിക്കുന്നു. പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തിയിരിക്കുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട SI ജയപാലിനെയും 3 കോൺസ്റ്റബിൾമാരെയും അന്വേഷണ വിധേയമായി. സ്റ്റുഡൻസ് കൊള്ളാലോ. എന്ത് നല്ല കുട്ടികളായിരുന്നു. എല്ലാവർക്കും അവരെ വലിയ കാര്യമായിരുന്നു. ഇന്ന് വരെ അവരെ കുറിച്ച് കോളേജിൽ നിന്നോ പുറത്തുനിന്നോ ഒരു ചെറിയ കംപ്ലൈന്റ് പോലും എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ അത്രയും നല്ലവരായിരുന്നെങ്കിൽ ഇപ്പൊ പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതോ? അതാ എനിക്ക് മനസ്സിലാവാത്തെ. ഇതിന് പിന്നിൽ എന്തൊക്കെ കളികൾ നടക്കുന്നുണ്ട്. പാവം കുട്ടികള്. ശരി സർ. കാര്യങ്ങളാകെ കുഴഞ്ഞു മറിഞ്ഞാണല്ലോ കിടക്കുന്നത്. നേതാക്കന്മാരും നിയമപാലകന്മാരും ഒക്കെ കൊല്ലപ്പെടുക എന്ന് വെച്ചാൽ അത് മന്ത്രിസഭയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന കാര്യമല്ലേ? മുഖ്യമന്ത്രി ആയ അന്ന് തന്നെ തുടങ്ങിയ പ്രശ്നമാണ്. ഒരു സ്വസ്ഥത ആരും തരില്ലെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? ആ പിള്ളേരെ കുറിച്ച് വല്ലതും അറിഞ്ഞോ? പിള്ളേരെ കിട്ടിയാലും ഈ കേസിനൊരു തുമ്പുണ്ടാവുമെന്ന് തോന്നുന്നില്ല. കഴിഞ്ഞ 2 കൊലക്കേസിലും പ്രഥമദൃഷ്ടി അവർക്ക് ബന്ധമുണ്ടെങ്കിലും കൃഷ്ണകുമാർ വധക്കേസിന്റെ വിധിയിൽ ജഡ്ജി ഇവരെ വെറുതെ വിട്ടു. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഡിപ്പാർട്ട്മെന്റിന്റെ മുഖം രക്ഷിക്കാൻ വെറുതെ ഒരു അറസ്റ്റ്, അത്രയാ പിള്ളേരെ കിട്ടിയാലും നടക്കൂ സാർ. കൊല ചെയ്യപ്പെട്ടു രണ്ടുപേരും VIP-കളായതാണ് പ്രശ്നം സാർ. പ്രതിപക്ഷത്തിന് ഇനി ഒരു അവസരം കൂടി കൊടുക്കരുത്. എത്രയും വേഗം യഥാർത്ഥ കുറ്റവാളികളെ കണ്ടുപിടിക്കണം സാർ. അല്ലെങ്കിൽ നാളെ മുതൽ CBI എന്ന് പറഞ്ഞ് ബഹളം തുടങ്ങും. 2 തേങ്ങ കെട്ടാലും CBI കൊണ്ട് അന്വേഷിപ്പിക്കണം. അതാണല്ലോ ഇപ്പോഴത്തെ ഫാഷൻ. എന്തായാലും കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നു. സാർ. നിയമസഭയിൽ എനിക്ക് അതെങ്കിലും പറഞ്ഞു നിൽക്കാമല്ലോ. ശരി സാർ. എവിടെ നിന്റെ സൈലൻസ്?
സൈലൻസ് അല്ല സാർ, ലൈസൻസ്. സൈലന്റ് ആയിട്ട് ലൈസൻസ് സുന്ദരനസയോടാ കളി. ലൈസൻസ് എടുക്കാൻ മറന്നുപോയി. ആ ലൈസൻസ് എടുക്കാൻ മറന്നുപോയി. എന്നാ പേപ്പർ എന്ത് പേപ്പറാണ് സാർ? പേപ്പറിനെ കുറിച്ച് അറിയാൻ വയ്യതാണോ നീ വണ്ടി ഓടിക്കുന്നത്? കോൺസ്റ്റബിൾ സാറേ ഒന്ന് പറഞ്ഞോടേ. ഞാൻ കൈ കൊണ്ട് വിടൂല. മേല ലൈസൻസ് എടുക്കാൻ മറക്കരുത്. പോയി തോല. സാർ എന്റെ ലൈസൻസ് ഇല്ലാതെ ബാക്കിലൊരുത്തും ബൈക്ക് പോലും ഇല്ലാതെ വരുന്നത്. ബൈക്കില്ലാതാണ് അവൻ വണ്ടി ഓടിക്കുന്നത്. ഇന്ന് അവന്റെ ട്രൗസറിയാ കയറും. സുന്ദരനസയോടാ കളി. നീ ഏതായാലും വണ്ടി എടുത്തോണ്ട് പോ. എന്തോ സാധനം സ്കൂട്ടർ തന്നെ. എന്താ സാർ? എന്തിനാ എന്റെ പേര്? സുന്ദരൻ. നിന്റെ പേര് ചോദിച്ചപ്പോ എന്റെ പേര് പറയണം. ഇന്ന് വരെ സുന്ദരനസയുടെ മുഖത്ത് നോക്കി ഒരു പൈലുകൾ എന്റെ പേര് വിളിച്ചിട്ടില്ലേട്ടാ. എന്റെ പേര് സുന്ദരനാ സാർ. ആണാ? ബുക്കും പേപ്പറോട് എൻസൈക്ലോപീഡിയ മതിയോ സാർ? അടിച്ചിന്റെ കവാലെ കുറ്റി പൊടിച്ചാലേ. എനിക്ക് എന്തിനാ നിന്റെ സൈക്കിൾ പടി? ലൈസൻസ് ഒരു ബൈക്ക് പോലും ഇല്ലാത്ത എനിക്ക് എന്തിനാ സാർ ലൈസൻസ്? അപ്പൊ നിനക്ക് ബൈക്ക് കാലത്ത് എന്റെ സമയദോഷങ്ങളാണല്ലോ കയറി വരുന്നത്. എനിക്ക് ഈ കലിപ്പ് വരുന്നത്. നീ പൊടെ 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 പോ. ആ വണ്ടിയൊക്കെ സൈഡാക്ക്. തള്ളായിരെന്തിന്? ആറഞ്ച്, ആപ്പിള്, പഴം, മുന്തിരി വർത്തമാനങ്ങൾ കേട്ടിട്ട് ശ്രീ പപ്പനാന്റെ മണ്ണാണെന്നുള്ളത് തന്നെ. ലൈസൻസ് എടുക്കി. അത് നിന്റെ ജീവിതത്തിന്റെ ലൈസൻസ്. മുന്തയും തലയിൽ നടക്കണ എന്റെ ലൈസൻസ്. ഇത് പുളിക്കോടെ ഇത് എവിടുന്ന് പറയുന്നത്? ഇറങ്ങി വാ ചെല്ലി. എന്റെ ലൈസൻസ് പുല്ലൊന്നും ഇല്ല. പിന്നെന്താ ഇറങ്ങി വരാ വാട്ടം? ബുക്കും പേപ്പറൊക്കെ ശരി തന്നെ? എല്ലാം കറക്റ്റാണ് സാർ. ഇതിലൊരു പേജ് കുറവുണ്ടല്ലോ. എല്ലാ പേജും ഉണ്ട് സാർ. ഒരു പേജ് കുറവുണ്ട്. അതേത് പേജ്? അതാണ് പ്രധാനപ്പെട്ട പേജ്. അതിനാണ് പെറ്റി. സാർ സാർ ശരി, ഇത് ഒഴിവാക്കാവുന്ന വയ്ക്കാം. വണ്ടിയാണെങ്കിൽ ഓവർ സ്പീഡും ഓവർ സാർ വണ്ടി നോർമൽ സ്പീഡിലാണ് വന്നത്. ശരി, വണ്ടിക്കകത്താണെങ്കിൽ ലോഡും ഇല്ല, കാലിയാ. ലോഡ് ഇല്ല, ഇല്ല. കാലിയാ. ലോറി എന്തിനെ? ലോഡ് കയറ്റാനുള്ളത്. നീ കേറ്റിയ? ഇല്ല. അതിനാണ് പെറ്റി. സാർ ഞാൻ ലോഡ് ഇറക്കിട്ട് വരുന്ന വഴിയാ. ലോഡ് ഇറക്കണ അട്ടിമറിക്കാരല്ലേ നീയാണ്. അതിനാണ് പെറ്റി. സാർ നിനക്ക് അടുത്ത ജംഗ്ഷനിൽ കുറച്ച് കായ് കളയേണ്ടി വരുമല്ലോടെ. അപ്പൊ എഴുതിക്കളെ. സാർ സാർ ഞാൻ കൈ കൊണ്ട് വിടൂല. പോ. ഞാൻ പോട്ടെ സാറേ. പിന്നെ ഇവിടെ നില്ലേ. ബുക്കും പേപ്പറും. ഇതെന്ത്? പോ. ഇത് നായമാ? ഏത് പാർട്ടി കുറവാ? നീ ആരുടെ എന്റെ അടുത്ത് ന്യായം ചോദിക്കാൻ? ഇങ്ങോട്ട് ഇറങ്ങി പാടേ. சார் சார் மன்னிச்சிடுங்க சார், மன்னிச்சிடுங்க. മന്നിക്കാൻ தெரியாம பண்ணிட்டேன். ശരിയാവ പണിട്ട് പോലീസ് സാറുണ്ടാണോ അതിന്റെ ന്യായം പറച്ചില്? കേറാ ജീപ്പില്. சார் நான் ஒரு ஏழை, തന്നെ. என்ன പേടിപ്പിച്ചാ പോതും. യാടിപ്പിക്കാൻ ഞങ്ങക്ക് വേറെ സ്ഥലമുണ്ട്. അവിടെ ചെല്ലുമ്പോ നീ പ്യാടിച്ചോളൂ. ഇപ്പൊ ജീപ്പിലെ ഏറ്. എന്താ സാർ? എവിടെ ജീവിപ്പിക്കാൻ? നിന്റെ ഊരെവിടെ? ஒரு பொள்ளாச்சி தான், எப்படி தெரிஞ்சது? നീ എന്തിനടെ കണ്ട് റോഡ് വെച്ച് പറഞ്ഞത്? ഒന്ന് പ്യാടിപ്പിച്ച് വിട്ടാ മതി എന്ന്. വിടാനോടെ? കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ പ്യാടിക്കുന്ന സ്ഥലത്താണ് നീ ഇപ്പൊ നിൽക്കുന്നത്. അറിയാം? നിനക്ക് ആനെ പേടിയുണ്ടോടെ? സിംഹത്തിന് പേടിയുണ്ടോടെ? നിനക്ക് ശത്രുക്കളെ പേടിയുണ്ടോടെ? எனக்கு சத்துருக்கள் யாருமே இல்ல. അതെന്തില്ലാത്തത്? எல்லாத்தையும் சவுட்டி கொலை பண்ணிட்டேன். ആരെയും പേടിയില്ലാത്ത ഇവനെ എങ്ങനെയാ സാറേ പേടിപ്പിക്കുന്നത്? പ്യാടിക്കും എഴുത്തുകാരാ, പ്യാടിക്കും. നിന്റെ പ്യാരെന്തരടെ? தாமி, എന്തൊരു താമി? கந்தசாமി. ആളെ കളിയാക്കണേ. പോലീസ് സ്റ്റേഷനിൽ പീഡനങ്ങൾ പാടില്ലെന്നാണ് ഐജിയുടെ ഓർഡർ. അല്ലെങ്കിൽ വയലിന്റെ ഹൗസിക്ക് ഞാൻ ചവിട്ടി ഇളക്കേനെ. സത്യം പറയണ. അങ്ങനെ ചോദിച്ചാലും നീ എരപ്പാളി സത്യം പറയില്ല സാറേ. കള്ള തിരുമാലിയല്ലേ ഇവൻ. സാറിന്റെ ഒറ്റമൂലി ഒന്ന് പ്രയോഗിക്കും സാറേ. ഇവൻ മണി മണി പോലെ പറയും. നീ ആരുടെ? തമിഴ് സിനിമയുടെ കമൽസന. ഇതെന്തൊരു വീരമണ്ടി സ്റ്റൈല്? ഇതെന്തൊരു ഒട്ടിപ്പാ. അപ്പോഴും തട്ടിപ്പ് വേണ്ടേ? നാട്ടുകാരെ വെട്ടിക്കാൻ വേണ്ടി നടക്കുന്നേ എഴുത്തുകാരാ. എവൻ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കാൻ പറ്റാത്ത കേസുകളൊക്കെ ഇവന്റെ പേരിലുള്ള പറ്റിൽ എഴുതിയാലും. വെരി കറക്റ്റ്.
IPC 454 പാലാരിവട്ടം കൈപ്പറമ്പിൽ ജാസഫ് വക്കീലിന്റെ വീട്ടിലെ ഭവന ഭേദനാടാ പട്ടി. IPC 450 കേട്ടിക്കോ. പൂക്കാടുപടി തേവക്കലെ ആലിമുസ്ലിയാരുടെ വീട്ടിലെ കിടപ്പുമുറിയിലെ രാത്രിയിലെ സീൻ പിടുത്തം. ആലുവ റൂട്ടിൽ കൂടെ ഓടണ സീനത്ത് ബസ്സിലെ യാത്രക്കാരി ചന്ദ്രികയുടെ ചന്തി നുള്ളിയത് IPC വട്ടത്തിൽ അതും കൂടെ അവന്റെ പേർക്ക് കേട്ടിക്കോ. പാക്കറ്റടി, പിച്ചാത്തിക്കുത്ത്, വഞ്ചന, മൈക്കൂരി വെച്ചോടം, ഉരുട്ടിക്കൊല, ശ്രീപീഡനം, കിഡ്നാപ്പിംഗ് എല്ലാം കൂടി ചേർത്ത് 16 എണ്ണം അവന്റെ പറ്റിലെഴുതി. എല്ലാം കൂടി ഒരു 19-56 വർഷം നമ്മുടെ തറവാട്ടിൽ കഴിയാനുള്ള വകുപ്പായി. എന്തൊരു എല്ലാം കൂടി വേണമെങ്കിൽ പറയും. അതൊന്നും SI സുന്ദരന് പുത്തരിയല്ല. നിന്റെ യഥാർത്ഥ പേരെന്തേ? നീ പറയില്ലല്ലേ? ഞാൻ നോക്കട്ടെ. നിന്റെ ബാഗിൽ നിന്ന് ഭീകരതയുടെ എന്തെങ്കിലും കുളു കിട്ടിയ പയലേതിന്റെ എപ്പിസോഡ് ക്ലോസ്. ഇതെന്തൊരു ഐഡിയ? യവനും ഐഡിയ. എന്ത് പോലീസാണോ താൻ? തന്നെ പോലുള്ള പോലീസുകാരാണ് ഡിപ്പാർട്ട്മെന്റിലെ നല്ലവരായ ആളുകളുടെ പേര് ചീത്തയാക്കുന്നത്. 20 ഞങ്ങള് മാതൃകാ പോലീസുകാരായിക്കൊള്ളാം. അതിനു മുമ്പ് ചില കാര്യങ്ങൾ അറിയണം. എടോ, പോലീസിന്റെ വില എന്താണെന്ന് അറിയണേ ഇന്ത്യക്ക് വെളിയിൽ പോണം. 5 കൊലപാതകം ചെയ്ത പ്രതികളെ പോലും ഗൾഫ് നാട്ടിലെ പോലീസുകാർ അസ്ലാം അലൈക്കും പറഞ്ഞ് സ്വീകരിക്കാറ്. നമ്മുടെ നാട്ടിലൊരു പെറ്റി കേസിന് അറസ്റ്റ് ചെയ്ത പ്രതിയെ നിങ്ങൾ എന്ത് പറഞ്ഞോട് മാറ്റി നിർത്താറ്? എന്താ പറയാന്ന്? ഞാൻ മാറിയില്ല വലിയടി പോനെ. അത് മാറണം, മാറ്റണം. പോലീസ് ജനങ്ങളുടെ സേവകരാവണം. ഓരോ പോലീസുകാരനും അതിനുള്ള മനസ്സുണ്ടാവണം, മനസാക്ഷി ഉണ്ടാവണം. എന്തോടെ വരൽ ഇങ്ങനെ ഇരിക്കണേ? അയ്യോ, ഏതോ ഒരു മന്ത്രിക്ക് എസ്കാർട്ട് പോയപ്പോ പിസ്റ്റൽ പാക്കറ്റ് ഇരുന്ന് പൊട്ടി. അതിന്റെ ശശി വരൽ 100 സാർ. പറഞ്ഞു നന്നായി. ആ വരൽ വെച്ച് അധികം സെലൂട്ട് അടിക്കില്ലേ? ഇല്ല. ഹലോ സാർ, ഞാൻ എത്തിക്കോളാം സാർ. ഓക്കെ സാർ. സാർ, ഞങ്ങളുടെ കാര്യം ആ വരലങ്ങ് തിരിച്ചു പിടിച്ചേ. ഈ കേസ് അന്വേഷിക്കാൻ നീ തന്നെ വേണമെന്ന് മുഖ്യമന്ത്രിക്ക് ഒരേ നിർബന്ധം. അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക, നിന്റെ ഈ കയ്യിരിപ്പും വെച്ചോണ്ട് നീ എങ്ങനെ ഇത്ര പെട്ടെന്ന് ജനസമ്മതനായത്? അതെന്താ സാർ? പറയസേ, ഇപ്പൊ പ്രതിപക്ഷ നേതാവ് പോലും ഏത് കേസ് അന്വേഷിക്കാനും നീ മതിയെന്നാ പറയുന്നത്. ചില പാർട്ടിക്കാർക്ക് ഇത്ര മുറുമുറുപ്പില്ലാതില്ല. എന്നാലും വർഗീസാണ് IPS പകരം വെക്കാൻ മറ്റൊരു പേര് കണ്ടെത്താൻ അവർക്കും കഴിയുന്നില്ല. നമ്മുടെ മുഖ്യം പിന്നൊന്നും ആലോചിക്കാൻ നിന്നില്ല. കേസ് നിനക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പറഞ്ഞു. എങ്കിൽ ഈ കേസിൽ എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തരണം. ചില രാഷ്ട്രീയ ഇടപെടലുകളോ മറ്റു സമ്മർദ്ദങ്ങളൊന്നും ഉണ്ടാവില്ലെന്നൊരു ഉറപ്പും. ഓഫ് കോഴ്സ്. ആ മലപ്പുറത്തെ ബീരാ സാഹിബിന്റെ കാര്യമല്ലേ നീ ഉദ്ദേശിച്ചത്? തടിമിലിട്ട് മോനെ തല്ലിയ ഗുണ്ടയെ പറ്റി പരാതി പറയാൻ അയാൾ മോനും വന്ന് എത്തിയതോ നിന്റെ കയ്യിൽ തന്നെ. ഏതായാലും നീ കാണിച്ചു നിൽപ്പം കടന്ന കൈയായിപ്പോയി. ഏടാ, ചില്ലറ പ്രഷറൊന്നുമല്ല അയാൾ ആഭ്യന്തരത്തിൽ ചെലുത്തിയത്. ഒടുവിൽ നിനക്ക് ക്രൈംബ്രാഞ്ചിലേക്കുള്ള ട്രാൻസ്ഫർ ഒപ്പിച്ചിട്ടാണ് അയാളൊന്ന് അടങ്ങിയത്. എന്തായാലും ഈ കേസിൽ നിനക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നിന്റെ ഇടി ഇത്തിരി കുറയ്ക്കണം. സംശയം തോന്നുന്ന ആരെയും ചോദ്യം ചെയ്യാം. നോ പ്രഷർ, നോ ടെൻഷൻ. എന്താ പോരെ? പിന്നെ വർഗീസേ, നിന്നെ അസിസ്റ്റ് ചെയ്യാൻ ഒരു ടീമിനെ തന്നെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അയ്യോ, അത് വേണ്ട സാർ. ഇപ്പൊ തന്നെ അയ്യര് സാറും ചില ടീമുകൾ ഒരു അന്വേഷണം കഴിഞ്ഞ് പോയുള്ളൂ. അത് ചിലവർക്ക് ഇഷ്ടാവില്ല. പിന്നെ നീ ഒറ്റയ്ക്ക്? എങ്കിലും റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ നോർത്ത് സ്റ്റേഷനിലെ SI സുന്ദരത്തിന് എനിക്ക് വിട്ടുതന്നാ മതി. SI സുന്ദരവോ? ബെസ്റ്റ് സെലക്ഷൻ. എടാ, 15 കൈക്കൂലി കേസാ കംപ്ലൈന്റ് ആയിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അയാളെ ഇനി എവിടേക്ക് സ്ഥലം മാറ്റുന്നുള്ള ചിന്താക്കുഴപ്പത്തിലായിരുന്നു ഞാൻ. പക്ഷെ മിടുക്കനാണ് കേട്ടോ, കൈക്കൂലി കൈകൊണ്ട് വാങ്ങത്തില്ല. എന്തായാലും ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആയിക്കോട്ടെ നിന്റെ കൂടെയുള്ള ഈ പുറത്ത്. നിങ്ങൾ വലിയ മറ്റേടത്തെ IG ആയിരിക്കും, പക്ഷെ ഒരുമാതിരി കോപ്പിലെ ഇടപാടിനോട് കാണിക്കരുത്. അമ്മായിപ്പനാണെന്ന് ഞാൻ നോക്കത്തില്ല. കൃഷ്ണകുമാറിന്റെയും രാഘവ മേനോന്റെയും കൊലക്കേസ് DYSP പ്രകാശ് മേനോന്റെ അന്വേഷണം തൃപ്തികരമല്ലാത്തതിനാൽ ക്രൈംബ്രാഞ്ചിലെ ഏതോ അരവട്ടനെ ഏൽപ്പിച്ചു എന്ന് എന്റെ ജൂനിയർ ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞിരിച്ചപ്പോ നാണം കൊണ്ട് എന്റെ തൊലിയുരിഞ്ഞു പോയി. പല രൂപത്തിലും ഭാവത്തിലും പേരിലും വേഷത്തിലും ഒക്കെ ആൾമാറാട്ടം നടത്തി കേസുകൾ തെളിയിക്കുന്ന വിദഗ്ധനെന്നൊക്കെ സ്വയം പുകഴ്ത്തി കള്ളക്കഥകൾ ഉണ്ടാക്കുന്ന ആ രാവണ വർഗീസ് എന്ന എംബോക്കിയെ മരുമകനിരുന്ന സ്ഥാനത്ത് പ്രദർശിച്ചപ്പോ രാമമേനോന് സമാധാനമായെങ്കിലേ തെറ്റി. വായടപ്പിക്കാനും സ്ഥലം മാറ്റി പണിഷ്മെന്റ് തരാനും ഒക്കെ നിന്നാലേ ആറ്റുനോട്ടുണ്ടായ മകളങ്ങ് കുടുംബത്ത് വന്ന് കെട്ടിയാനില്ല നിൽക്കും. കാണണോ? പ്രകാശ്, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. പിന്നെ അധികാരത്തിന്റെ ഹുങ്കിൽ എന്നോട് സംസാരിച്ചാലുണ്ടല്ലോ, അറിയാമല്ലോ, ഇനി ഞങ്ങളുടെ കുടുംബക്കാരിയാണ്. സോറി സാർ,
അമ്മായിച്ചിന് മരുമോനൊക്കെ അങ്ങ് കുടുംബത്ത് മതി. ഇത് ഒഫീഷ്യൽ മീറ്റിംഗാ. അത് തീരുമാനിക്കാൻ നീ ആരാ? നീ നേരത്തെ പറഞ്ഞില്ലേ രൂപവും വേഷവും മാറി കള്ളക്കഥകൾ പറഞ്ഞടക്കുന്ന ഒരു അരവട്ടൻ എംബോക്കിയെ കുറിച്ച്? ആ രാവണൻ ഞാൻ തന്നെയാ, വർഗീസ് ആന്റണി IPS. വർഗീസ് പ്ലീസ്. വേണ്ട സാറേ, മരുമോനെ ഞാൻ മെരുക്കിക്കോളാം. രാജ്യം ഭരിക്കുന്ന മന്ത്രിസഭയിൽ ഒരു അംഗമായിട്ട് സംസ്ഥാനത്തിന്റെ കുടിവെള്ളം വൈദ്യുതിയും സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് മറച്ചുവെച്ച് ആ പണം ആരും അറിയാതെ സ്വന്തം കീശയിൽ വാങ്ങിവെച്ച് സമൂഹത്തിന്റെ മുമ്പിൽ ചെരുപ്പ് പോലും ധരിക്കാതെ ആദർശധീരനായിട്ട് ചമഞ്ഞു നടക്കുന്ന നിന്റെ അച്ഛന്റെ ബലം കണ്ടിട്ടാണ് ഈ കളിയെങ്കിൽ ആ കളിയങ്ങ് മാറ്റിവെച്ചാരെ. അല്ലെങ്കിൽ അഴിമതി കേസിലെ സ്വന്തം അച്ഛനെ ഈ പൊന്നുമോൻ തന്നെ വിലങ്ങ് വെക്കേണ്ടി വരും. പിന്നെ ഈ കെട്ടിയ പെണ്ണിനെ വീട്ടിൽ കൊണ്ടാക്കുന്നുള്ള ഭീഷണി നിന്നെ പോലെ ഈ പദവിയിലിരിക്കുന്ന ആളുകൾക്ക് ചേർന്നതല്ല. നിന്റെ മൂക്കിന് താഴെയുള്ള മീശ മൂക്കൊലിപ്പ് തടയാനുള്ളതല്ല. ആണായിട്ട് ജീവിക്കാൻ പഠിക്കി, പ്രായവും പദവിയും നോക്കി പെരുമാറാൻ പഠിക്കണം. അതായിരിക്കും ഒരു പോലീസുകാരന്റെ പാരമ്പര്യം. പിന്നെ വന്നവനെ വന്നതുപോലെ തിരിച്ചുവിടാനുള്ള വ്യാമോഹം വേണ്ട. കാരണം ഈ രാവണനെ പ്രസവിച്ച ഉടനെ ലങ്കയെന്ന് കേരളത്തിലേക്ക് കൊറിയർ അയച്ചോന്നല്ല. ഞാൻ ഇവിടെ ഈ മണ്ണിൽ ജനിച്ച് ഉപ്പും ചോറും നിന്ന് വളർന്നവനാ. ഞാൻ ഇവിടെ ഒക്കെ തന്നെ ഉണ്ടാവും. നീ ഉണ്ടാവണം കേട്ടോ. സോറി സാർ.